ഹായ് ഫ്രണ്ട്സ്, ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ്. ആദ്യം നമുക്ക് ഈ മുട്ടയെല്ലാം ഒന്ന് വേവിക്കണം. അതിനുശേഷം തോട് കളഞ്ഞ് മാറ്റി വെച്ചേക്കാം. ഇത് ഉപ്പിടാതെ വേവിച്ച ഉരുളക്കിഴങ്ങാണ്. 2 ഉരുളക്കിഴങ്ങാണ് വേവിച്ച് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ചീനിച്ചട്ടിയിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ കടുകും ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയാൽ ഉടൻ തന്നെ നമുക്ക് ചേർക്കേണ്ടത് ഒരു 1/2 സ്പൂൺ ജീരകവും അതേ അളവിൽ തന്നെ പെരുംജീരകവുമാണ്. ഇവയെല്ലാം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ചേർക്കേണ്ടത് ഇഞ്ചിയാണ്. ഒരു ചെറിയ കഷ്ണം അരിഞ്ഞെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയെല്ലാം എണ്ണയിൽ കിടന്ന് തന്നെ നല്ല മൊരിഞ്ഞ് കിട്ടണം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സവാള അരിഞ്ഞത്, 2-3 പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയാണ്. ഇതുകൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നമുക്ക് ദോശയോടും ചപ്പാത്തിയോടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. മുട്ടയും ഉരുളക്കിഴങ്ങൊക്കെ ചേർന്ന് വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അതുമാത്രമല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാർ ചെയ്യാൻ പറ്റിയ ഒരു കറിയും കൂടിയാണിത്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളിയാണ്. ഒരു തക്കാളിയുടെ 1/4 ഭാഗം മാത്രമേ എടുക്കാവൂ. കൂടുതലായാൽ കറി പുളിപ്പായിട്ട് പോവും, ടേസ്റ്റ് കൂടി ഡിഫറെൻ്റ് ആയി പോവും. ഇനി നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത്ര എടുത്തിട്ടുണ്ട്. പൊടികളൊക്കെ എണ്ണയിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എരിവ് ആവശ്യമുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ മാറ്റിയിട്ട് സാദാ മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ പച്ചമുളക് ചേർത്തിരിക്കുന്നതിനാലാണ് ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ കൊടുത്തിരിക്കുന്നത്. ഇനി 1 സ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കറിക്ക് കുറച്ചുകൂടി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിയെല്ലാം നല്ലതുപോലെ മൂപ്പിച്ചെടുത്ത ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എത്ര കറിയാണ് ആവശ്യം അതനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് ഇവയൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം മാത്രമേ ഉരുളക്കിഴങ്ങും മുട്ടയും ചേർക്കാവൂ. ഇപ്പോൾ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കൈകൊണ്ട് പൊടിച്ചെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങൊക്കെ കറി നല്ലതുപോലെ യോജിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമ്മുടെ കറിയൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഞാൻ 2ആയിട്ട് മുറിച്ചതാണ്. അപ്പോൾ കുറച്ചുകൂടി മസാലയൊക്കെ ഉള്ളിൽ നല്ലതുപോലെ പിടിച്ച് കിട്ടുന്നതാണ്. ഇനി മെല്ലെ ഇളക്കി യോജിപ്പിക്കാം. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. തിളപ്പിച്ച് കറിയൊക്കെ ഇച്ചിരി കുറുകി വരുന്നതാണ് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാർ ചെയ്യാൻ പറ്റിയൊരു കറിയും കൂടിയാണിത്. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ചേർത്ത മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമായ ഒരു കറിയാണിത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.